നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവർക്കിവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്നത് മറ്റാരുടെയും തെറ്റുകൊണ്ടല്ലോ. ഒരുപാട് തവണ ക്ഷമിച്ചതല്ലേ, പരിധി കഴിഞ്ഞാ പിന്നെന്ത് ചെയ്യും? പവിസാറിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്റെ വിഷമം അവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഈ കാര്യം നിങ്ങളോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളാരും ഇതിനെ സമ്മതിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങളിത് സമ്മതിക്കണം. അമ്മ ഇങ്ങനെ പറയുന്ന ഞങ്ങൾക്ക് വിഷമാവുന്ന. അമ്മയുടെ ഏത് ആഗ്രഹവും ഞങ്ങൾ സാധിച്ചു തരും. ഏട്ടത്തി കാര്യം എന്താന്ന് പറ. ഏട്ടത്തിയുടെ വാക്കിനപ്പുറം ഈ വീട്ടില് മറ്റൊന്നുമില്ലാന്ന് ഏട്ടത്തിക്ക് അറിയാലോ. നാളെ പവിത്രന്റെ പിറന്നാളാ. അതിന് അവരാരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. പിറന്നാൾ എന്തായാലും അവരവിടെ ആഘോഷിക്കാതിരിക്കില്ല. പവിയങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാൻ അമ്മയ്ക്ക് അങ്ങോട്ട് പോണോ? അതാണ് അമ്മയുടെ ആഗ്രഹം. അല്ല, പിന്നെന്താ അമ്മയ്ക്ക് വേണ്ടത്? ഇത്രയും കാലം പവിത്രൻ പിറന്നാൾ ആഘോഷിച്ചത് എന്നോടൊപ്പം ഈ വീട്ടിലാ. അവന്റെ എല്ലാ പിറന്നാളിനും അവന് ഞാനൊരു മുണ്ട് ഷർട്ടും കൊടുക്കുമായിരുന്നു. അതവന് വലിയ സന്തോഷവുമാണ്. ഞാൻ അവനു വേണ്ടി വാങ്ങിച്ച പിറന്നാൾ കോടിയാ നേരത്തെ കൊണ്ടുവന്നത്. അതവൻ എനിക്ക് കൊടുക്കണം. ഇതിനാണ് ഇത്ര പ്രയാസം? അമ്മ അവിടെ പോകുന്നു, പവിയങ്കളിന് പിറന്നാൾ കോടി കൊടുക്കുന്നു. വേണമെങ്കിലേ അവരുടെ കൂടെ ഇരുന്ന് പിറന്നാൾ സദ്യ ഉണ്ണുന്നു, തിരിച്ചു പോരുന്നു. ദേ, ഇനി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാനും ദർശനയും അമ്മയുടെ കൂടെ വരാം. എന്താ പോരെ? അതുപോരാ. അവൻ എന്റെ കൂടെ പിറപ്പാ. എല്ലാ പിറന്നാളിനും അവന് വേണ്ടി സദ്യ ഒരുക്കിയിരുന്നത് ഞാനാ. അവന് പിറന്നാൾ സദ്യ വിളമ്പി കൊടുക്കുന്നതും ഞാനാ. ഈ വീട്ടിലാ അവന്റെ പിറന്നാൾ ആഘോഷം നടത്തിയിരുന്നത്. അതുപോലെ ഇക്കൊല്ലവും അവന്റെ പിറന്നാൾ ആഘോഷം എനിക്ക് നടത്തണം. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്നാണോ? അതെ, അതുതന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. അവര് തിരിച്ചു വരുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതിന് കാരണവുമുണ്ട്. ഞാൻ അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. സ്ഥിരമായി അവരെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അമ്മേ, അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങൾക്കാർക്കും സന്തോഷമുള്ള കാര്യമല്ല. സ്വന്തം പ്രവൃത്തിയുടെ ഫലം കൊണ്ടാ അവർക്കിവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നത്. അവര് ചെയ്തതൊന്നും തെറ്റാണെന്ന് അവരിപ്പോഴും അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ അവരെ തിരിച്ചു കൊണ്ടുവരുന്നേ? കൊണ്ടുവരണം. നാളെ ഒരു ദിവസത്തേക്ക് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പവിത്രന്റെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കണം. നാളെ ഉച്ചവരെ അവനും കുടുംബവും ഇവിടെ ഉണ്ടാകും. അവനും ഭാര്യയും മകളും ഇവിടെ വന്ന് പിറന്നാൾ ആഘോഷിച്ച് പിറന്നാൾ സദ്യയും കഴിച്ച് പിറന്നാൾ കോടിയും വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു പോണം. നിങ്ങളെല്ലാവരും അതിന് സമ്മതിക്കണം. അടുത്ത വർഷത്തെ പിറന്നാൾ ആഘോഷത്തിന് ഞാൻ ഉണ്ടാവുമോന്നൊന്നും. അമ്മ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ പോകുന്നത്? എല്ലാരും എന്തു പറയുന്നു? അമ്മയുടെ ഒരാഗ്രഹത്തിനും ഇവിടെ ആരും തടസ്സമല്ല.
ഇനി അവരെ സ്ഥിരമായിട്ട് ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അമ്മ പറഞ്ഞാലും ഞങ്ങൾ ആരും അതിന് തടസ്സം നിൽക്കില്ല. പക്ഷേ തെറ്റ് ചെയ്തവർ അത് മനസ്സിലാക്കണം, അത്രമാത്രേ ഉള്ളൂ. ചെയ്തത് തെറ്റാണെന്ന് ഗിരിജ ഈ ജന്മത്തെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഒരു ദിവസത്തേക്ക് ഏട്ടത്തിയുടെ ആഗ്രഹം സാധിക്കാൻ അവരിങ്ങോട്ട് വരുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. പിറന്നാൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, പിറന്നാൾ ആഘോഷിക്കാൻ വന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവൂല. അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും അത് സമ്മതിക്കാം. എന്താ രൂപേഷേട്ടാ, സമ്മതമല്ലേ? അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. പിറന്നാൾ സദ്യക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഒരു ലിസ്റ്റ് അമ്മ ഇങ്ങോട്ട് തന്നാ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഒരു പിറന്നാൾ കേക്ക് മുറിക്കണം, അവനോടൊപ്പം സദ്യ ഉണ്ണണം. എനിക്ക് അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതി. ഈ പിറന്നാൾ ആഘോഷം ഒരു പണിയാവൂന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും ആ സംശയം ഇല്ലാതില്ല. എന്തായി? ഇതുവരെ ഒരു കോളും വന്നിട്ടില്ല. നിങ്ങളുടെ ചേച്ചി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ദർശനം എങ്ങാനും അറിഞ്ഞാലേ അവള് സമ്മതിക്കൂല. അത് ശരിയാ, അതിന് സാധ്യതയുണ്ട്. നമ്മൾ തിരിച്ചു വന്നാലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ദർശനെ തന്നെയാണല്ലോ. ആ അല്ല, നിങ്ങൾ എന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തേ? ചേച്ചി ചിലപ്പോ വിളിച്ചാലോ? വിളിക്കട്ടെ. ഏ മോളാ മൊബൈലിങ് തന്നെ. എന്തിനാ അച്ഛാ? താ. അച്ഛൻ എന്താ ഈ കാണിച്ചത്? എന്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചത് എന്തിനാ? മോളെ, ഓരോ ഗെയിം പ്ലാനിനും ഓരോ റൂട്ടുണ്ട്. മരുവത്തൂരിലേക്ക് നമുക്കങ്ങനെ നാണം കെട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അന്തസ്സോടെ തല ഉയർത്തി തന്നെ മരുവത്തൂരിലേക്ക് കയറി ചെല്ലണ്ടേ? അതിനുള്ള ഐഡിയ ആണ് ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച എന്ത് അന്തസ് കിട്ടാന്? നിങ്ങളുടെ ചേച്ചി നിങ്ങളെ വിളിക്കുമ്പോ കിട്ടത്തില്ല. നിങ്ങളെ വിളിച്ച് കിട്ടാതെ വരുമ്പോ ദേ ഇവളെ വിളിക്കും, അതും കിട്ടത്തില്ല. പിന്നെ എന്നെ അവരൊരിക്കലും വിളിക്കാൻ പോകുന്നില്ല. ആ, അവിടെയാണ് നിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയത്. ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് കിട്ടാതെ വരുമ്പോ ചേച്ചി നിന്നെ വിളിക്കും. അതുകൊണ്ട് നിന്റെ മൊബൈൽ മാത്രം സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല. പിന്നെ ചേച്ചി ഇറക്കി വിട്ടതേ എന്നെ ശ്രേയല്ല, നിന്നെയാ. അപ്പോ തല ഉയർത്തി അന്തസ്സോടെ തിരിച്ച് കയറേണ്ടത് നീയാ. അപ്പൊ ചേച്ചി ആരെയാ വിളിക്കേണ്ടത്? നിന്നെ തന്നെയല്ലേ? ആ, എങ്കിലല്ലേ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് മരുവത്തൂരിലേക്ക് തിരിച്ച് കയറാൻ പറ്റൂ. അത് ശരിയാ. പക്ഷെ അവര് വിളിച്ചില്ലെങ്കി? വിളിക്കും. പക്ഷേ വിളിക്കുമ്പോ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? സ്നേഹം കൊണ്ടേ നീ അവരെ വീർപ്പ് മുട്ടിക്കണം. നിന്റെ സ്നേഹപ്രകടനത്തിൽ ഇതുവരെയുള്ളതെല്ലാം മറന്ന് നിന്നെ ചേച്ചി മരുവത്തൂരിലേക്ക് തിരിച്ച് വിളിക്കണം. വിളിക്കോ? ആർക്കറിയാം? എനിക്കറിയാം, വിളിക്കും.
ഇപ്പൊ ചേച്ചി അതിന്റെ ടെൻഷനിൽ തന്നെ ആയിരിക്കും.